നിൽക്കുമ്പോൾ ഇവരിതാ മുസ്ലിം ലീഗിനെതിരെ കുതിര കയറാൻ വരുന്നു. എന്തിനു വേണ്ടി? കുഞ്ഞാലിക്കുട്ടിയെ പിടിച്ചു കെട്ടിയാൽ മുസ്ലിം ലീഗിനെ പിടിച്ചു കെട്ടാം, മുസ്ലിം ലീഗിനെ പിടിച്ചു കെട്ടിയാൽ ഇതാ നമുക്ക് UDF-നെ പിടിച്ചു കെട്ടാം. ഇതിലൂടെ ഈ ദുഷ്പ്രചരണത്തിലൂടെ നമുക്ക് അധികാരത്തിൽ കയറാമെന്ന് VS-ഉം പിണറായിയും അതുപോലെ അതിന് കൂട്ടുനിന്ന ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും കരുതിയെങ്കിൽ നിങ്ങൾ വ്യക്തികളുടെ സ്വർഗത്തിലാണ്. അതിന് ഞങ്ങൾ അനുവദിച്ചു തരികയില്ല. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ചടപുടഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞു. ഇനി തെരുവീതികളിലൂടെ അവർ ഇറങ്ങിക്കഴിഞ്ഞു. എങ്ങുമില്ലാത്ത ചില പ്രചോദനങ്ങൾ കിട്ടിക്കൊണ്ട് ഒരു മൈലേജ് ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ കുതിര കയറാൻ വന്നാൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ അത് അംഗീകരിക്കുകയില്ല, ഞങ്ങൾ അതിന് വിട്ടുതരികയുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിങ്ങൾ കള്ളക്കേസ് എടുത്തുകൊള്ളൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ രോമത്തിന്മേൽ തുറന്നുമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെ മയ്യത്തിന്റെ മുകളിൽ കയറിയിട്ടല്ലാതെ നിങ്ങൾക്കതിൽ സാധ്യമല്ല എന്ന് ഈ സമയത്ത് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപനമാണ്, മുസ്ലിം യൂത്ത് ലീഗിന്റെ മക്കളുടെ പ്രഖ്യാപനമാണ്. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ആരോപണങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഖാദറിന്റെ പ്രഖ്യാപനം വന്നു. ഒരു ചന്ദനമാഫിയയുടെ ഉടമസ്ഥതയിലുള്ള ചന്ദന കച്ചവടക്കാരന്റെ ഒരു പ്രമേയം ഇതാ അദ്ദേഹം പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൻ 7 ലക്ഷം രൂപ, 10 ലക്ഷമാണ് ചോദിച്ചത്, ഞങ്ങൾ 7 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൈമാറി കഴിഞ്ഞു. കോലയായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യണം. KPP നമ്പ്യാരായ നിങ്ങൾക്കറിയാമല്ലോ, ഇടതുപക്ഷ സഹയാത്രികർ 75 കോടി രൂപയാണ് കോല ചോദിച്ചത് എന്ന് ലിഖിതമായി വെച്ചിരിക്കുന്നു. തെളിവുകൾ, ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ഇതാ അറസ്റ്റ് ചെയ്യണം, കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം. തന്റെ ഇടമുള്ള നട്ടലുള്ള മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അതല്ലാതെ ആരും ഒന്നിനും പറ്റാതെ തെളിച്ച് നിങ്ങൾ അന്വേഷിച്ച് എഴുതി തള്ളിയ ഒരു കേസുമായി കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കുതിര കയറാൻ വന്നാൽ അതിന് മുസ്ലിം ലീഗ് നിന്ന് തരികയില്ല. ഒരു സംശയവും വേണ്ട. കുഞ്ഞാലിക്കുട്ടി നത്തലുള്ള നേതാവാണ്, UDF-ന്റെ നേതാവാണ്, മുസ്ലിം ലീഗിന്റെ അജയ്യനായ നേതാവാണ്. CH മുഹമ്മദ് കോയ സാഹിബ്, EN ശങ്കർ നമ്പൂതിരിപ്പാടിന്റെ മുമ്പിൽ പോലും മുട്ടുപിറക്കാത്ത മഹാനായ മർഹൂം CH-ന്റെ പിൻഗാമിയാണ് കുഞ്ഞാലിക്കുട്ടി. യാതൊരു സംശയവും വേണ്ട. മുസ്ലിം ലീഗും അതിന്റെ പ്രവർത്തകന്മാരും അജയ്യമായി തന്നെ അതിന്റെ പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം. മുനീറിന്റെ ഗ്രൂപ്പും കുഞ്ഞാലിക്കുട്ടിയുടെ ഗ്രൂപ്പും എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ സ്പ്ലിറ്റാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ വിട്ടികളുടെ സ്വർഗത്തിലാണ്. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, ദുരാരോപണക്കാരോട് ഞങ്ങൾ പറയുന്നു, ചാനലിന്റെ വക്താക്കളോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്കൊരു നേതാവുണ്ട്, അത് പാലക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങൾ മാത്രമാണ്. ബാക്കി കുഞ്ഞാലിക്കുട്ടി മുതൽ ഈ നിൽക്കുന്ന ഞാൻ വരെ ഞങ്ങളെല്ലാവരും അനുയായികളാണ്. ഞങ്ങൾ അവരെ അനുസരിക്കാൻ നിർബന്ധിതരായവരാണ്. അതല്ലാതെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന് ഒരു നേതാവ്, അത് പാലക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങൾ മാത്രമാണ്. നിങ്ങളോടും ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇത്തരം കുപ്രചരണങ്ങളിൽ പെടാതെ നല്ല രീതിയിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റിന്റെ എല്ലാവിധ വൃത്തികെട്ട നയങ്ങൾക്കെതിരെയും പ്രതികരിക്കാനുള്ള ഒരു സമയമാണ് അടുത്തു വന്നിരിക്കുന്നത്. ഇതിനെ പുറംകാലുകൊണ്ട് ചവിട്ടി മെതിച്ചുകൊണ്ട് ഇവിടെ ഒരു സുശബ്ദമായ ഭരണം, ജനോപകാരപ്രദമായ ഒരു ഭരണം അധികാരത്തിൽ വരണം. അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഉമ്മൻചാണ്ടിക്കും KM മാണിക്കും രമേശ് ചെന്നിത്തലയ്ക്കും സാധിക്കണം. നമ്മളെല്ലാവരും വളരെ ശക്തമായ രീതിയിൽ മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും പിന്നിൽ അണിനിരന്നുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും അതിന്റെ സാരഥികളെയും വൻഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിക്കാൻ ശ്രമിക്കണമെന്നും അരയും തലയും കെട്ടി രംഗത്തിറങ്ങണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്.